ഉരുണ്ടുകളി തുടരുകയാണ്. നടൻ സൈഫ് അലി ഖാൻ ആക്രമിച്ച കേസിൽ അന്വേഷണം വഴിമുട്ടിയിട്ടില്ലെന്ന് പോലീസ്. നടന്റെ ഫ്ളാറ്റിൽ നിന്ന് കിട്ടിയ വിരലടയാളം പ്രതിയുടേതല്ലെന്ന വാർത്തകൾ പോലീസ് തള്ളുകയാണ്. അതേസമയം കേസ് അന്വേഷണത്തിനിടെ ആളുമാറി പോലീസ് അറസ്റ്റ് ചെയ്തയാളുടെ വിവാഹം മുടങ്ങുകയും ഇയാൾ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവെന്ന സങ്കടകരമായ വാർത്തയുമുണ്ട്. നടന്റെ ഫ്ളാറ്റിൽ നിന്ന് 19 വിരലടയാള സാമ്പിളുകളാണ് പോലീസ് ശേഖരിച്ചത്. ഇതിലൊന്നുപോലും പ്രതിയുടേതല്ലെന്ന് തെളിഞ്ഞെന്നാണ് സ്റ്റേറ്റ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പരിശോധനാ റിപ്പോർട്ട് CID സൂപ്രണ്ടിന് കൈമാറിയെന്നാണ് സൂചന. വാർത്ത ശരിയെങ്കിൽ അന്വേഷണം വഴിമുട്ടും. എന്നാൽ ഈ വിവരങ്ങൾ അത്രയും തെറ്റെന്നാണ് മുംബൈ പോലീസ് പറയുന്നത്. അന്തിമ ഫലം കാത്തിരിക്കുകയാണെന്നും പറയുന്നു. കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം CCTVയിൽ കണ്ടയാളും പിടിയിലായാളും തമ്മിൽ സാമ്യമില്ലെന്ന വാദവും ശക്തമാവുകയാണ്. ഇതോടെ ദൃശ്യങ്ങൾ സാങ്കേതിക സഹായത്തോടെ പരിശോധിച്ച് വ്യക്തത വരുത്താനാണ് പോലീസ് നീക്കം. നടന്റെ ഫ്ളാറ്റിൽ നിന്ന് കിട്ടിയ ദൃശ്യത്തിന് വ്യക്തത പോരാ. അതിനാൽ ബാന്ദ്ര സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ ദൃശ്യങ്ങളാണ് പരിശോധിക്കുക. അതേസമയം പ്രതിയെന്ന് സംശയിച്ച് ഛത്തീസ്ഗഡിൽ നിന്ന് പോലീസ് പിടികൂടി പിന്നീട് വിട്ടയച്ചയാൾ തന്റെ ജീവിതം നരകതുല്യമായെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. ആകാശ് കനോജിയ എന്ന 31-കാരനെയാണ് പ്രതിശ്രുത വധുവിനെ കാണാൻ പോകും വഴി പോലീസ് പിടികൂടിയത്. താനാണ് പ്രതിയെന്ന് സ്ഥിരീകരിക്കും മുമ്പ് തന്നെ പോലീസ് ഫോട്ടോയും വിവരങ്ങളും മാധ്യമങ്ങൾക്ക് കൈമാറിയെന്ന് ഇയാൾ പറഞ്ഞു. ഇതോടെ വിവാഹം മുടങ്ങുകയും മുംബൈയിലെ ജോലി നഷ്ടമാവുകയും ചെയ്തു. 24 മുംബൈ.